ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുധീഷിനെ കൊണ്ടുപോകുന്ന ആ ഒരു വണ്ടി സുഭാഷിൻ്റെ വണ്ടിയായിട്ട് ഇടിക്കുന്നുണ്ട്. അന്നേരം സുഭാഷിന് ദേഷ്യം പിടിച്ച് ആ വണ്ടിക്കാരനോടൊന്ന് കൊമ്പ് ഓർക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അയാൾ ചോദിക്കും, ഇത് പബ്ലിക് റോഡ്, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ ചെയ്യും, നീ എന്ത് ചെയ്യടാ എന്ന്. അന്നേരം സുഭാഷ് പറയും, മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന്. അന്നേരം ഹരീഷ് പറയുന്നുണ്ട്, ഏട്ടാ നമുക്ക് തീരെ സമയമില്ല, ഇവനൊക്കെ ഏത് പാർട്ടിയാണെന്നറിയില്ല, നമുക്ക് ഏട്ടാ പോവാം വന്നേ എന്ന് പറയുമ്പോൾ ആ ഗുണ്ട ചോദിക്കും, തനിക്ക് എന്നെ അടിക്കണോടോ എന്ന്. അപ്പോഴേക്കും മറ്റൊരു ഗുണ്ട വന്നിട്ട്, എടാ സാബു നീ ഇങ്ങ് വന്നേന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണേ. ആ സമയത്തായിരിക്കും നമ്മുടെ സുധീഷ് ഈ ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ഉണരുന്നത്. അപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ സുഭാഷിനൊക്കെ കാണുന്നുണ്ട്. അപ്പോഴേക്കും ആ പ്ലാസ്റ്റർ ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുകയാണേ. അപ്പോൾ ഒരാൾ പിടിച്ചു വെക്കുന്നുണ്ട്. അന്നേരമായിരിക്കും ഈ സാബുവിനെ കൊണ്ട് വണ്ടിയിൽ കയറ്റാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആ ഡോറ് തുറന്ന് അയാൾ കയറാൻ ശ്രമിക്കുന്നത് നമ്മുടെ സുധീഷ് ഒരു ചവിട്ട് കൊടുത്ത് പുറത്തേക്ക് ഇങ്ങനെ നോക്കി ഒച്ച ഉണ്ടാക്കുകയാണേ. അന്നേരം നികേഷ് അത് കാണുകയാണ്. സുഭാഷേട്ടാ, സുധീഷേട്ടൻ എന്ന് പറയുമ്പോഴേക്കും എടാ സുധീഷേ എന്ന് പറഞ്ഞ് പിന്നാലെ ഓടുകയാണ്. അപ്പോഴേക്കും അവർ വണ്ടിയുമായിട്ട് പോകുന്നു. ഹരീഷിനോട് ഏട്ടാ വണ്ടി എടുക്കടാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ചേസ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അവർ വട്ടം വെച്ച് ഇവരുടെ വണ്ടി നിർത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിലൊക്കെ ആ ഗുണ്ട പറയുന്നുണ്ട് കേട്ടോ, ഇവനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാ വള്ളി വയ്ക്കാൻ പോവണ്ട എന്ന് പറയുമ്പോൾ ആ സാബു പറയുന്നുണ്ട്, അതിന് ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയില്ലല്ലോ, അവനോട് സംസാരിക്കുക മാത്രമല്ലേ ചെയ്തതെന്ന്. ആ സാബുവൊക്കെ ഇവരെ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഹരീഷും സുഭാഷൊക്കെ തകർപ്പൻ അടിയാണ് കേട്ടോ. അങ്ങനെ നികേഷ് ഓടി ചെന്ന് സുധീഷിനെ പ്ലാസ്റ്ററൊക്കെ അഴിച്ച് കയറൊക്കെ കെട്ടി അഴിക്കുമ്പോഴേക്കും ഇവരെല്ലാവരും കൂടി അങ്ങ് ചെല്ലാട്ടോ സുധീഷിൻ്റെ അടുത്ത്. ഏട്ടാ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും കെട്ടിപ്പിടുത്തൊക്കെയാണ്. അങ്ങനെ സുധീഷും ഇവരോടൊപ്പം ഇറങ്ങി വരികയാണ്. അന്നേരം ഗുണ്ടകൾ വരിവരിയായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും അടിക്കാൻ വേണ്ടിയിട്ട് സാബു പോകുമ്പോൾ സുധീഷിൻ്റെ അടുത്ത് നിന്ന് നല്ലൊരടിയാണ് കേട്ടോ കിട്ടുന്നത്. അന്നേരം തന്നെ സാബു താഴെ കിടക്കും. പിന്നെയൊക്കെ സുധീഷ് തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് കേട്ടോ, മറ്റുള്ളവരെ കൂടി. അടിയൊക്കെ കാണുമ്പോഴേക്കും ഒരുത്തൻ ഓടിപ്പോവാണ്. അങ്ങനെ സുഭാഷ് താഴെ കിടക്കുന്ന ആ സാബുവിനെ എടുത്ത് അടിച്ചിട്ട്, എടാ എന്തിനാടാ എൻ്റെ അനിയനെ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അന്നേരം സുധീഷ് പറയുന്നുണ്ട്, ഏട്ടാ വിട്, അവനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചോളാന്ന് പറഞ്ഞിട്ട് സുധീഷ് കൈ രണ്ട് പുറകിലോട്ടങ്ങ് പിടിക്കുകയാണ് കേട്ടോ. എന്തിനാടാ എൻ്റെ വണ്ടിയിലെ സ്വർണവും പണവും ഒക്കെ നീ മോഷ്ടിച്ചു കൊണ്ടുപോയത്? ആര് പറഞ്ഞിട്ടാടാ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോണം, ആര് പറഞ്ഞിട്ടാ എന്നെ പിടിച്ചോണ്ട് പോയത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം സാബു പറയുന്നുണ്ട്, അതൊരു ഫോൺ കൊട്ടേഷൻ ആയിരുന്നു, സ്വർണവും പണവും മാറ്റി നിങ്ങൾ ഒളിച്ചു വെക്കാനായിരുന്നു ആ കൊട്ടേഷൻ, പക്ഷേ ആളാരാന്ന് എനിക്കറിയത്തില്ല എന്ന് പറയുന്നു. അന്നേരം ഇവരൊക്കെ അത് കേട്ട് നിൽക്കുക മാത്രമാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിധിയുടെ അമ്മ അരുണിൻ്റെ ഭാര്യേൻ്റെ അടുത്ത് ഒരു കോഫി ചോദിക്കുന്ന വല്ലാത്ത തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാലും പത്രവും എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോകുന്നു. അവിടെ നമ്മുടെ സുധീഷ് ആണെങ്കിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടു, നിങ്ങളാരാ, എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പത്രം ജസ്റ്റ് ഒന്നങ്ങ് മാറ്റുമ്പോൾ സുധീഷിനെ കണ്ട് ഹേമ ആകെ ഭയപ്പെടുകയാണ് കേട്ടോ. രാജീവേട്ട അരുണേന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടാണ്. അതിനിടയ്ക്ക് കോഫിയൊക്കെ തട്ടി മറിക്കുന്നുണ്ട് കേട്ടോ. രാജീവേട്ട വാതിൽ ഓർക്ക്, അവിടെ എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ സുധീഷ് കയറി വരികയാണ് കേട്ടോ. ഞാൻ തന്നെ ആ ശബ്ദം കേട്ട് നമ്മുടെ നിധിയൊക്കെ പുറത്തേക്ക് വരുന്നു. അപ്പോൾ സുധീഷിനെ കണ്ടതും നമ്മുടെ അരുൺ വന്നിട്ട്, എടാ പണവും സ്വർണ്ണം എടുത്ത് നീ എങ്ങോട്ടാടാ കടന്നു കളഞ്ഞതെന്ന് ചോദിച്ചിട്ട് കോളറങ്ങ് പിടിച്ച് സംസാരിക്കാനുണ്ടോ. ആ സമയത്ത് രാജീവ് വന്നിട്ട്, അരുണേ, ഒരാൾ കയറി വന്ന ഉടനെ തന്നെ കോളറിൽ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്, ഒരു മര്യാദ വേണ്ടേ? സുധീഷാണ് ആ പണവും സ്വർണ്ണമൊക്കെ എടുത്തതെങ്കിൽ അവൻ എന്തിനാ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം? ചിലപ്പോൾ സുധീഷിൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാവില്ല, അത് സംസാരിച്ചാലല്ലേ അറിയുള്ളൂ. നമുക്കവനോട് സമാധാനപരമായിട്ട് സംസാരിക്കാം എന്നൊക്കെ പറയാണ്. അപ്പോഴേക്ക് നിധി ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ഞാൻ ഇന്നലെ എത്ര തവണ വിളിച്ചു, നിങ്ങൾ എൻ്റെ ഫോൺ എടുക്കാതിരുന്നേ? ഇയാൾക്ക് ഒരു തവണയെങ്കിലും ഇങ്ങോട്ട് വിളിച്ച് എന്താ പറ്റിയെന്നും എന്നോട് പറഞ്ഞുകൂടായിരുന്നോ? ഇവരെല്ലാവരും പറയുന്നത് നിങ്ങൾ സ്വർണം പണം എടുത്ത് കടന്നു കളഞ്ഞെന്നാ. ഞാൻ ആകെ പേടിച്ചു പോയി സുധീഷേ, എന്താ പറ്റിയതെന്നും ഒന്നും പറ എന്ന് പറയുമ്പോൾ നമ്മുടെ സുധീഷ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. സുധീഷേ ഒന്ന് വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ എന്ന് പറയുമ്പോൾ എല്ലാം ഞാൻ പറയാം എന്ന് പറയുന്നു. അന്നേരം സുധീഷ് പറയും, ഞാൻ പോകുമ്പോൾ ഒരാൾ എൻ്റെ വണ്ടിക്ക് കൈ കാണിച്ചു, അയാൾ ആകെ ചോരയിൽ കുളിച്ച് നിൽക്കുമായിരുന്നു. വണ്ടിയാണെങ്കിൽ താഴെ വീണ് കിടപ്പുണ്ട്. ഞാൻ വണ്ടി നിർത്തി അയാളുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന നേരം 4-5 ആളുകൾ എന്നെ ചുറ്റിലും കൂടി നിന്ന് അടിച്ചു. പിന്നെ 2 പേര് വന്ന് കാറിലുണ്ടായിരുന്ന പണവും സ്വർണ്ണം എടുത്ത് ഓടിപ്പോയി. അവരെ പിടികൂടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പോഴേക്കും ആ 4-5 ആളുകൾ
എൻ്റെ വണ്ടിയിൽ എന്നെ കയറ്റിയെടുത്ത് എവിടേക്കൊക്കെയോ ഓടിച്ചു. എന്നിട്ട് ഒരു ബിൽഡിങ്ങിൽ കെട്ടിയിട്ടു. അവര് മറ്റൊരു സ്ഥലത്തേക്ക് എന്നെ മാറ്റുന്നതിനിടയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടു. നേരെ ഇങ്ങോട്ടാ വന്നേന്നൊക്കെ പറയുന്നു. അന്നേരം നമ്മുടെ നിധി ചോദിക്കുന്നുണ്ട്, സുധീഷിനൊന്നും പറ്റിയില്ലല്ലോ, ഒരുപാട് ഉപദ്രവിച്ചല്ലേ എന്നെല്ലാം. അന്നേരം രാജീവ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അരുൺ വന്നിട്ട് നട്ടാൻ നുണയ്ക്കാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവളെ നീ വിശ്വസിപ്പിച്ചു. പക്ഷെ ഞാൻ വിശ്വസിക്കില്ലടാ. ഇത്രയൊക്കെ അടി കിട്ടിയിട്ടും സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്റെ സ്വർണവും പണവും ഒക്കെ എവിടെ? നീ എവിടെ ഒളിപ്പിച്ചു വെച്ചേ? മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് അടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ സുധീഷ് എണീറ്റിട്ട് പറയും, മിസ്റ്റർ അളിയൻ, തനിക്കിപ്പോ എന്നാ വേണം? തൻ്റെ സ്വർണ്ണം എവിടെയാണെന്ന് അറിയണം അല്ലേ? നിധി, ഞാനിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് കേട്ടോ. അന്നേരം സുഭാഷും ഹരീഷും ഉള്ളിലേക്ക് വരുന്നു. അത് കാണുമ്പോൾ നിധി ചോദിക്കുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എന്താ ഇവിടെയെന്ന്. അന്നേരം സുഭാഷ് ഒന്നും മിണ്ടുന്നില്ലേ. എന്നെ തട്ടിക്കൊണ്ടുപോയ സ്ഥലത്ത് നിന്ന് അവർ മാറ്റുമ്പോൾ എല്ലാം തീർന്നെന്നാണ് ഞാൻ കരുതിയേ. പക്ഷെ ആരും ഇല്ലാത്തവന് ദൈവമുണ്ട് തുണ. എന്നെയും കൊണ്ട് വണ്ടിയിലിട്ട് പോകുമ്പോൾ സുഭാഷിന്റെ വണ്ടിയായിട്ട് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെയാ എൻ്റെ ബ്രദേഴ്സ് എന്നെ രക്ഷിച്ചത്. നിന്നെ ചിലക്കാതെ എൻ്റെ സ്വർണ്ണം എവിടാന്ന് പറ എന്ന് അരുണ് വീണ്ടും പറയുമ്പോൾ, എടാ ഹരീഷേ അതിങ്ങ് കൊണ്ടുപോവാ എന്ന് പറയുമ്പോൾ സാബുവിനെയും കൊണ്ട് അകത്തേക്ക് വരികയാണേ. അന്നേരം രാജീവും അരുണും ആകെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നു. ഇനി കള്ളക്കളി ആരൊക്കെയാണ് കളിച്ചതെന്നുള്ള ഭാഗമാണ് കേട്ടോ നാളെ പ്രൊമോയിൽ കാണിച്ചിരുന്നത്.